യൂഷ്വലി നമ്മൾ ഈ IVF ചെയ്യുമ്പോൾ എല്ലാ പേഷ്യൻസിനും ഉണ്ടാകുന്ന ഡൗട്ടാണ് നമ്മൾ എഗ്ഗ് എങ്ങനെയാണ് പുറത്തെടുക്കുന്നത്. ഈ പുറത്തെടുക്കുന്നത് പറയുന്നത് ഓപ്പറേഷൻ വഴിയാണോ, വയറൊക്കെ ഇങ്ങനെ കീറി പിന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണോ എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എഗ്ഗ് പുറത്തെടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മറ്റേ സ്കാൻ ചെയ്യുന്ന അതേ സ്കാൻ മെഷീൻ്റെ പുറത്തുകൂടെ ഒരു നീഡിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ സ്കാൻ മെഷീൻ്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്ക് എഗ്ഗ് കാണാൻ പറ്റും. അങ്ങനെ ഒരു എഗ്ഗ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിലോട്ട് ആ നീഡിലിനെ ഇൻസേർട്ട് ചെയ്ത് പിന്നെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു വാക്യൂം പമ്പ് വഴി അതിനകത്തുള്ള ഫ്ലൂയിഡ് മൊത്തം നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ആളുടെ കയ്യിലോട്ട് ഒരു ട്യൂബിലോട്ട് ഈ ഫ്ലൂയിഡ് കളക്ട് ആവും. എന്നിട്ട് കറക്റ്റ് ചെയ്ത് ഉടനെ നമ്മൾ ആ ട്യൂബ് എംബ്രിയോളജി ലാബിൽ കൊടുക്കും. ലാബിൽ അവർ ആ ഫ്ലൂയിഡ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ഡിഷിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിനകത്ത് എഗ്ഗ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഉള്ള എല്ലാ ഫോളിക്കിളിനകത്തും നമ്മൾ നീഡിൽ കയറ്റി ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്ത് എഗ്ഗ് എടുത്ത് ചെക്ക് ചെയ്യും. അങ്ങനെ ടോട്ടലി എത്ര എഗ്ഗ് കിട്ടി, അതെല്ലാം നല്ല ക്വാളിറ്റി ആണോ എന്നൊക്കെ നോക്കിയിട്ട് അവരത് പിന്നെ സ്പേമുമായിട്ട് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് റെഡിയാക്കി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. സോ ഇങ്ങനെയാണ് എഗ്ഗ് കളക്ട് ചെയ്യുന്നത്. അത് വലിയൊരു സർജിക്കൽ പ്രൊസീജിയർ ഒന്നുമല്ല. പേഷ്യൻറ്റ് സെഡേറ്റഡ് ആയിരിക്കും, പെയിൻ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ആ പ്രൊസീജിയർ കഴിഞ്ഞൊരു 4-5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും പേഷ്യൻറ്റിനെ തിരിച്ച് വീട്ടിൽ പോകാം. അങ്ങനെ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ഒരു ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണിത്.